എല്ലാം, മൊത്തം, മുഴുവൻ. മലയാളത്തിൽ തന്നെ 3 വാക്ക് വന്നില്ലേ? ഇതിനെങ്ങനെ ഹിന്ദിയിൽ പറയാം? ഹിന്ദിയിലും ഇതുപോലെ 3 or 4 വാക്കുണ്ട്. എല്ലാം, മൊത്തം ഇങ്ങോട്ട് പോന്നോട്ടെ. മൊത്തം എങ്ങനെയുള്ള മൊത്തം? ഇതിന് 3 വാക്ക്. ഒന്ന് പൂര എന്ന് പറയും, പൂര. മറ്റൊന്ന് സാരേ, വേറൊന്ന്. അപ്പോൾ സാരേ, പിന്നെ പൂര, വേറൊന്ന് സാബ്. സബ്. കുറച്ച് ഉദാഹരണം പറയാം. ഓക്കെ, എല്ലാം ഓക്കെയാണ്. എങ്ങനെ പറയാം? സബ് കുച്ച് ഓക്കെ, സബ് കുച്ച് ടീക്കേ, സബ് കുച്ച് ടീക്കേ. ഓക്കെ, എല്ലാവരും വന്നോളെ. സബ് ലോഗ് ആവോനാ, സബ് ലോഗ് ആവോ, സബ് ലോഗ് ആവോ. അപ്പം സബ് എന്ന് പറയും. ഓക്കെ, എനിക്ക് ഇന്നലെ രാത്രി തീരെ ഉറക്കം കിട്ടിയില്ല. പൂരി രാത് നീന്ത് നഹീ ആയി. പൂരി രാത്, അത് രാത്ത് പിന്നെ ഫെമിനിൻ വേർഡ് ആയതുകൊണ്ട് പൂരി രാത്ത് എന്ന് പറയും. ओके, पूरा करो ये काम, पूरा करो भाई. ये क्या तुम पूरा नहीं कर रहे? क्यों तुम पूरा नहीं कर रहे? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവൻ ചെയ്യാത്തത്? പൂരാ കർണാ ഹേ. ഓക്കെ, അപ്പോൾ പൂര, പൂര എപ്പോഴും പറയുന്നൊരു വാക്കാണ് പൂര. പൂര ദേതോ, പൂര നീ ചെയ്യ, തോടാ ദേതോ. തോട എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡായിട്ട് പൂര എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ പൂര. മറ്റൊന്ന് നമ്മളെന്താ പറയുക? സാരേ, വേറൊന്ന് സബ്, വേറൊന്ന് സാരേ എന്നാ. സാരേയാണ്. സാരേ രാത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സാരേ രാത് എന്ന് പറയും, പൂരേ രാത്. ഈ സാരയ്ക്ക് ഇനിയും കുറേ ഉദാഹരണങ്ങളുണ്ട്. സാരേ ലോഗ്, പൂരേ ലോഗ് എന്ന് പറഞ്ഞാൽ സാരേ ലോഗ്. അപ്പം ഞാൻ കൺഫ്യൂഷനായോ? 1 മുതൽ ഒന്നുകൂടി പറയട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? പൂര എന്ന് പറഞ്ഞു, വേറൊന്ന് സാബ് എന്ന് പറഞ്ഞു, വേറൊന്ന് സാരേ എന്ന് പറഞ്ഞു. ചില സ്ഥലത്ത് ചിലത് ഉപയോഗിക്കൂല. അതെങ്ങനെയാന്നുള്ളത് അതൊരു സീക്രട്ടാണ്. അതെന്തായിരിക്കും? ഹിന്ദി യൂണിയുടെ ക്ലാസ് റൂമിൽ വന്നാൽ പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സബ് കുച്ച്, സാരേ കുച്ച് എന്നാണ് പറയൂല. സബ് കുച്ച് ഓക്കെ, സബ് കുച്ച് ടീക്കേ, എല്ലാം റെഡിയാണ്. ഓക്കെ, സാരേ ദിൻ, അവിടെ സബ് ദിൻ എന്ന് സാധാരണ പറയാറില്ല. സാരേ ദിൻ, സാരേ ദിൻ എല്ലാ ദിവസവും, സാരേ ദിവസ്. ഓക്കെ, സാരേ ലോക്. അപ്പം നമ്മൾ സാരേ എന്നും സബ് എന്നും അതുപോലെ പൂര എന്നും സാധാരണഗതിയിൽ മുഴുവൻ, മൊത്തം, എല്ലാം എന്നതിന് പറയാറുണ്ട്. നിങ്ങൾക്കിതൊരു പുതിയ അറിവായി തോന്നിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനൊക്കെ മടിയാണ് നമ്മുടെ ആളുകൾക്ക്. അതുകൊണ്ട് ആപ്സെ ഗുസാരിഷ് ഹേ, आप ऐसा करना है, हमारा साथी जुड़ लिए, आपके हिंदी हम सिखाएंगे. बहुत बढ़िया, धन्यवाद.